ഒരു ഡൈനിങ് ടേബിൾ വെച്ച് പറയാൻ പറ്റിയ വാക്കല്ല യേശു എന്ന് പറഞ്ഞത്. പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ, സമയം അടുത്ത് പോയി. അതുകൊണ്ട് യേശു പറഞ്ഞു, നിങ്ങളൊരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. ഇത് കേട്ടപ്പോൾ എല്ലാവരും അസ്വസ്ഥരായി. അസ്വസ്ഥരാകാതിരിക്കാനും പറ്റില്ല. കാര്യം മരണത്തിലേക്ക് തള്ളിവിടുന്നത് കൂട്ടത്തിലിരിക്കുന്ന ഒരുവനാണെന്നറിഞ്ഞിട്ടും യേശു ഒരു ഡൈനിങ് ടേബിൾ ഒരുക്കിയല്ലോ. അത് ഓർക്കുമ്പോഴാണ് അവരുടെ കണ്ണ് നിറയുന്നത്. അതിനിടയിൽ ആർക്കും ചോദിക്കാൻ ധൈര്യമില്ല. പത്രോസ് ആംഗ്യം കാണിച്ചൊക്കെയാണ് ചോദിച്ചത്. അതിനിടയിൽ വശസ്സോട് ചേർന്നിരുന്ന ഒരു ശിഷ്യൻ, തീർച്ചയായിട്ടും പാരമ്പര്യം പറയുന്നതൊക്കെ യോഹന്നാനായിരിക്കണം, അയാൾ പറഞ്ഞു, അതാരാന്നൊരു ചോദ്യം ഇപ്പോഴും പോസിബിളാണ്. ഇങ്ങനെ ഒരു ചോദ്യത്തിനിടയിൽ ഒരു ഡൈനിങ് ടേബിൾ ക്രിസ്തു അവർക്ക് വേണ്ടി സെറ്റ് ചെയ്തു എന്നുള്ളതാണ് ക്രിസ്തുവിൻ്റെ മഹത്വം. ഒറ്റിക്കൊടുക്കാൻ പോകുന്നതിന് പോലും നല്ലൊരു ഡിന്നർ നൽകിയാണ് യേശു പറഞ്ഞയച്ചത്. ധൈര്യമായിട്ട് പോ. ആദ്യമായിട്ട് കുർബാന സ്വീകരിച്ച യൂദാസിനുള്ളിൽ പിശാച് കയറിയെന്ന് വചനം ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്തൊക്കെ കൂട്ടിയും കുറച്ച് നോക്കിയാലും എത്ര കരുണയുള്ള ഒരു ദൈവമാണ് നമുക്ക് എന്നുള്ളതാണ് ഈ വചനത്തിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. ക്രിസ്തുവിൻ്റെ അത്താഴമേശയുടെ പ്രത്യേകത അതായിരുന്നു. എല്ലാവർക്കും ഇടമുണ്ട്. ഒറ്റിക്കൊടുക്കാൻ പോകുന്നവനും തള്ളിപ്പറയാൻ പോകുന്നവനും ചുംബനം കൊണ്ട് ചതിക്കാൻ പോകുന്നവനും എല്ലാവർക്കും ഇടമുണ്ട്. ആരെയും മാറ്റി നിർത്തിയില്ല. അവൻ്റെ ഹൃദയത്തോട് ചേർന്നിരിക്കാൻ ഇടമുണ്ട്. അവൻ്റെ അത്താഴമേശയിൽ ഒരുമിച്ചിരിക്കാൻ ഇടമുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മളൊരു വിശുദ്ധ വാരത്തിലായിരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും അധികം പ്രാധാന്യത്തോടെ ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്: ആരെയും മാറ്റി നിർത്താതിരിക്കുക, ആരെയും തള്ളി നീക്കാതിരിക്കുക. ഹൃദയത്തോട് ചേർന്നിരിക്കുന്നവരെയും ഹൃദയത്തിൽ നിന്ന് അകന്നിരിക്കുന്നവരെയും ചേർത്ത് പിടിക്കാൻ പറ്റുന്നുണ്ടോ? ആ ചോദ്യമാണ് ഇന്നത്തെ സുവിശേഷം ചോദിക്കുന്നത്. നിങ്ങളെ ഒറ്റിക്കൊടുക്കുമ്പോൾ നന്നായിട്ട് നിങ്ങൾക്കറിയാം, തള്ളിപ്പറയുമ്പോൾ നന്നായിട്ട് നിങ്ങൾക്കറിയാം, ഓടി ഒളിക്കുമ്പോൾ നന്നായിട്ടറിയാം. എന്നിട്ടും അവർക്ക് വേണ്ടി ഒരു ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്ത് അവർക്ക് ഭക്ഷണം കൊടുത്ത് അവരോടൊപ്പം ആയിരിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? ഇതിന് ധൈര്യമല്ല വേണ്ടത്, വലിയൊരു സ്പിരിച്വാലിറ്റിയാണ്, ക്രിസ്തുവിൻ്റെ സ്പിരിച്വാലിറ്റി. ആ സ്പിരിച്വാലിറ്റി ഉള്ളവർക്ക് ഏറ്റവും സ്വാദിഷ്ടമായ ഭക്ഷണം ആ മേശയിൽ നൽകാൻ സാധിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.